പറ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ? ഇന്ന് ഇച്ചുവാണ് ഹലോ ഗൈസ് പറഞ്ഞത്. ഞാൻ ഹലോ ഗൈസ് പറയുന്ന സമയത്ത് എപ്പോഴും അവനും വന്നിട്ട് ഇങ്ങനെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ വിഷു സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്താണെങ്കിൽ നല്ല മഴയാണ്, ഇടിയും മഴയും മിന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മഴയൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരാളില്ല. ആരാണ്? ചന്തു ഇവിടെ ഇല്ല. ചന്തു ഉറങ്ങുകയാണ് മുകളിൽ. അങ്ങനെ എന്താ അവൾ കുറേ സമയം മുകളിൽ കിടന്ന് നമ്മളെ വിളിക്കുന്നു. പക്ഷെ മഴയായിട്ട് നമ്മൾ കേട്ടില്ല. എന്താണ് സംഭവം? അവൾ റൂമിൻ്റെ ഉള്ളിൽ പെട്ടുപോയി ഗൈസ്. ഡോറ് ജാമായിട്ടാണുള്ളത്. അങ്ങനെ ഏട്ടനും അച്ഛനും കൂടി കുറേ സമയം ഇങ്ങനെ ഉന്തലും തള്ളലും ഒക്കെ ആയിട്ട് നോക്കി. പക്ഷെ എങ്ങനെയും തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവസാനം അച്ഛനായ ഡോറിൻ്റെ ആ ലോക്കൊക്കെ അയക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അയച്ചിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല. അവളെ കിട്ടുന്നില്ല. അവൾ ഫോണും എടുത്തിട്ടില്ല. അത് ഏറ്റവും വലിയ ചതി പറ്റിയത്. ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നമ്മളെ വിളിക്കാനും. അവൾ കുറേ സമയം ഉള്ളിൽ കിടന്ന് നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. എന്ത് ചെയ്യും? അങ്ങനെ പിന്നെ വേഗം ഫോൺ എടുത്ത് അവൾക്ക് കൊണ്ട് കൊടുത്തു. അങ്ങനെയാണ് ഇത് ജാമായി എന്നുള്ളത് നമുക്കിരുന്ന് കാണാൻ പറ്റുന്നില്ല. അവൾക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോണൊക്കെ കൊണ്ട് കൊടുത്തു. എനിക്കിത് കാണുമ്പോൾ ചിരിയും വരുന്നു. പിന്നെ നമുക്ക് സിനിമയൊക്കെ ഓർമ്മ വന്നു കേട്ടോ. മറ്റേ വിജയ് സൂപ്പറും പൗർണമി സിനിമയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ പാവം ചന്തു ഒറ്റക്കാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത്. വേറെ ആരുമില്ല. വേറെ ആരും കൊണ്ടെങ്കിൽ പുറത്താണെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കേനും. അങ്ങനെ ഫോണൊക്കെ നമ്മൾ കൊണ്ട് കൊടുത്തു. അങ്ങനെ കുറേ സമയം ഏട്ടനും അച്ഛനും കൂടി ഇത് തുറക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ നടക്കുന്നില്ല. അവസാനം അച്ഛൻ എന്താക്കി, അപ്പുറത്ത് നിന്ന് ഏട്ടനെ വിളിച്ച്. അങ്ങനെ ഏട്ടനെ വിളിച്ചിട്ട് അപ്പുറത്ത് നിന്ന് വലിയമ്മേൻ്റെ മോന് വന്നു. ഏട്ടനും ഏട്ടത്തെയും കൂടി വന്നു. അങ്ങനെ വന്ന് അവർ കുറച്ച് സമയം നോക്കി. അവസാനം ഏട്ടൻ പോയിട്ട് ഏട്ടൻ ഫോണിൽ വിളിച്ച് കിട്ടുക, ഒരു ആശാരീനെ വിളിച്ചിട്ട് അങ്ങനെ തുറന്നു. പ്രഞ്ചത്തേട്ടനാണ് തുറന്നത് കേട്ടോ. അങ്ങനെ ഏട്ടൻ തുറന്നത് ഫോണൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് തുറന്നിട്ടുണ്ടായത്. അങ്ങനെ തുറന്നു കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ചന്തുവിന് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറത്തെ പരിശ്രമമായിരുന്നു ഗൈസ് ഇത്. അത് കഴിഞ്ഞ് ചന്തു ഇങ്ങനെ വന്നു. പിന്നെ ഏട്ടൻ പോകുമ്പോൾ നമുക്കൊരു അടിപൊളി സാധനം കൂടി പറഞ്ഞു തന്നിട്ടാണ് പോയത്. അവർ തിന്നു നോക്കിയിട്ടുണ്ടായത് കാര്യപ്പവും ചിക്കൻ കറിയും കൂടി കേട്ടോ. കാര്യപ്പം ഞാൻ പറഞ്ഞത് ഉണ്ണിയപ്പത്തിനെയാണ്. അപ്പോൾ ഇത് രണ്ടുമുള്ള കോമ്പിനേഷൻ അടിപൊളിയാണെന്ന് അവർ പറഞ്ഞു. പിന്നെ ഏട്ടനും അടുത്ത് പറഞ്ഞു തന്നിട്ട് പോയതാട്ടോ. അവർ ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം നമ്മളോടും കൂടി ഒന്ന് തിന്നു നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളും കൂടി തിന്നുകയാണ്. ഞാനും ഏട്ടനും ചന്തു ഇച്ചും കൂടി തിന്നു നോക്കി. സംഭവം അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അത്ര വലിയ മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കൈ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തിന്ന് നോക്കാൻ വേണ്ടി മറക്കണ്ട. നമ്മളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്നെല്ലാം തിന്ന് കാലിയാക്കി, പ്ലേറ്റെല്ലാം കാലിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമ്മൾ വർത്താനമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കിടന്നു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു.